കണ്ണടിപ്പിച്ച് കളയുന്ന ഒരു കളറാണ് കേട്ടോ ഇതിന്. ഇതിൻ്റെ കുറച്ച് തൈകളെ നമുക്ക് വന്നിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി കണ്ട് ഞാനൊരു ഇത്തിരി നേരം നോക്കി നിന്ന് പോയി എന്ന് തന്നെ പറയാം. ഈ നല്ല സന്തോഷമായി ഒരു കളറ് കിട്ടിയപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം നമുക്കിതിൻ്റെ വൈറ്റൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. വൈറ്റും ഒരു റോസും കൂടി ചേർന്നൊരു കളറൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ. മാർഗോ കോസ്റ്ററിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയുമല്ലോ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, എങ്കിലും ഒന്നുകൂടി പറയാം. മാർഗോ കോസ്റ്റർ എന്ന് പറയുമ്പോൾ കുറച്ചേ വിരിയുള്ളൂ. നമ്മുടെ മുല്ലപ്പൂ പോലെയൊക്കെയുള്ള റോസാണേ. ഇത് അടുത്തതായിട്ട് വന്നൊരു സുന്ദരിയാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ സെയിലിനിട്ടപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന റോസാണിത്. ഒരുപാട് മൊട്ടുകളായിട്ടാണ് കേട്ടോ ഇതിൻ്റെ തൈകൾ വന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഒരു തൈയിൽ തന്നെ എണ്ണിയെടുക്കാൻ പറ്റാത്ത അത്ര മൊട്ടുകളുണ്ട് കേട്ടോ. ഓരോ സ്റ്റേജിലും പൂ വിരിയുന്ന ഓരോ സ്റ്റേജിലും ഓരോ ഭംഗിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ എന്തോരം മൊട്ടാണെന്ന് നോക്കി, എന്തുമാത്രം മൊട്ടാണ്. തളിര് വന്ന് മുട്ടുകളിങ്ങനെ ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ആദ്യം വിരിയുന്നത്. നല്ല ഭംഗിയായിട്ട് ചെറുതായിട്ട് വരുമ്പോൾ നല്ല രസമാണ് കാണുവാനായിട്ട്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ മുട്ടുകളൊക്കെ കാണുന്നുണ്ടല്ലേ? എന്തോരം മുട്ടുകളാണല്ലേ ഇത്. ഈ ഒരു രീതിയിൽ ആദ്യം വിരിയും. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റൈല് പിന്നെ ഇങ്ങനെയാണ് കേട്ടോ. ഇത്രയായിട്ട് നിൽക്കും. പിന്നെ നമുക്ക് ഇതാണ് നന്നായിട്ട് വിരിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളൊരു ഭംഗി എന്ന് പറയുന്നത്. 3 സ്റ്റേജിലായിട്ടാണ് ഇതിൽ പൂക്കൾ കാണുന്നത്. കൊഴിയാറാകുമ്പോൾ ഉള്ള പൂവിൻ്റെ ഒരു സ്റ്റൈലാണ്. ഇതല്ല കേട്ടോ, ഇത് ആദ്യം വിരിയുന്ന സ്റ്റൈൽ. ഇതിൻ്റെ അപ്പുറത്തുള്ളതാണ് കൊഴിയാറായ പോലെ നിൽക്കുന്നത്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയല്ലോ. ഞാൻ കറക്റ്റായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ട് മനസ്സിലാക്കൂ കേട്ടോ. ഇത് കുറച്ചുകൂടി ആയത് കേട്ടോ, കൊഴിയുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ്. അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ബിഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ്, ഇങ്ങനെ ബിഗ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു കൊമ്പ്, നമ്മൾ ഒരു കൊമ്പിലായിട്ട് വന്നിട്ട് പൂക്കളുള്ളതല്ല കേട്ടോ കൊടുക്കുന്നത്. ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള റോസുകളാണ് കൊടുക്കുന്നത്. എപ്പോഴും ഉള്ള ഡൗട്ടാണ്. നമ്മൾ മിക്കപ്പോഴും വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് അയച്ചു കൊടുക്കാറ്. നമുക്ക് അത്തരം പ്ലാന്റ്സേ ഉണ്ടാവാറുള്ളൂ. സ്റ്റോക്ക് ഔട്ടായി പോകാറുണ്ട്. കാരണം എൻ്റെ ഒരു കുഞ്ഞ് ഹോം ഗാർഡനാണ്. ഞാൻ അത്ര അധികം റോസൊന്നും എടുക്കാറില്ല. എടുക്കുകയാണെങ്കിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതപ്പെടുന്ന കുറച്ച് റോസുകൾ എടുക്കാറുള്ളൂ കേട്ടോ. ഇതേ നല്ല അടിപൊളി യെല്ലോ റോസാണ്. നല്ല സൂപ്പർ റോസാണ് കേട്ടോ. അപ്പോൾ ഇതിലുമുണ്ട്, അതായത് 2 ടൈപ്പ് ഉണ്ടെന്ന് തോന്നും നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഇത് കളർ കുറവാണല്ലേ. എന്തായിരിക്കും കാരണം നിങ്ങൾക്ക് അറിയാലോ. ഇത് ആദ്യം ഉണ്ടായ പൂക്കളാണ്. അപ്പോൾ കൊഴിയാറായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് കളർ കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ്, ഈ ഒരു കളറിലാണ് ആദ്യമേ വിരിയുന്നത്. കൊഴിയാറാവുമ്പോൾ മറ്റൊരു കളറായിട്ട് മാറുന്നു, ലൈറ്റ് ഷെയ്ഡിലോട്ട് പോകുന്നു. നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇതൊരു പുതിയ ആളാണ് കേട്ടോ. എൻ്റെ കയ്യിൽ പുതിയതാണ്. നല്ല അടിപൊളി റോസാണ്. കളറാണ് അപാരം. ഞാൻ പറയുന്നില്ല, നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിക്കോ. ഈ കളർ തന്നെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പീച്ച് കളറ്, പിങ്ക്, റോസ്, എല്ലാ റോസുകളും വ്യത്യസ്തമായ കളറാണ്. എനിക്കത് കറക്റ്റ് പറയാറില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു കളർ ഞാൻ വിളിച്ചു പറയും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കളറാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ, ഒരു വെറൈറ്റി ആയിട്ടുള്ള കളറല്ലേ. എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടമായി. ഇതേ കണ്ടോ, ഇത്രയും നല്ല ഭംഗിയുള്ള റോസൊക്കെയാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. അടുത്ത ആള് സൂപ്പർ സുന്ദരി അല്ലെങ്കിൽ സ്വപ്ന സുന്ദരി എന്നൊക്കെ ഞാൻ പറയും. അത്ര ഭംഗിയുള്ളൊരു റോസാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ ഈ റോസ് കാണാനായി. ഇതൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ കൊത്തിക്കൊണ്ട് പോകുമെന്ന് പറയില്ലേ, അതുപോലെ എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്ന റോസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകും. ഇങ്ങനത്തെ റോസുകളൊക്കെ വളരെ കുറച്ചേ വരാറുള്ളൂ. എനിക്കതിൽ സങ്കടമുണ്ട്, എന്ത് പറയാനാണ്. അന്ന് വരുന്നവർക്കെല്ലാം ഇത് വേണം താനും. ശരിക്കും വഴക്കിടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത്രയും സുന്ദരിയാണ്. ഇതും ഒരു അടിപൊളി നാടൻ ബഡ്ഡിങ്. നിങ്ങൾക്ക് എല്ലാം കണ്ടറിയാം കേട്ടോ. ബഡ്ഡിങ് ആണ്, പക്ഷെ ഇത് പിടിച്ച് കിട്ടുന്ന നാടൻ ബഡ്ഡിങ്. നിങ്ങൾ ഈ ഇലകളൊക്കെ നോക്കിക്കേ. ഈ ഇലകൾ കണ്ടാൽ തന്നെ അറിയാം ഈ റോസിൻ്റെ ഒരു എന്താ പറയുക, ഒരു നാടനാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അടിപൊളി കളറാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള കളറാണ്. ഇനി ഇത് റെഡ് പിനോക്കിയോൻ്റെ ട്രീ ആണ്. നമ്മൾ ഒരുപാട് പേർക്ക് ട്രീ റോസുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ട്രീ റോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടും. അത്രയും നല്ല മൂത്ത ഹെൽത്തി ആയിട്ടുള്ള കമ്പുകളാണ് ഇവയ്ക്കുള്ളത്. ഇതൊക്കെ പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പോറലുകളൊക്കെ, നല്ല മുറിവുകളൊക്കെ പറ്റി തന്നെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അത്രയും ബലമുള്ള മുള്ളുകളും കമ്പുകളൊക്കെയാണ് ഈ റോസിന്. അപ്പം ഞാനിത് ട്രീ റോസ് സെറ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റെഡ് പിനോക്കിയോൻ്റെ റോസ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. റെഡ് പിനോക്കിയോ അല്ല, കുറച്ച് ട്രീ റോസുകൾ വേറെ ഉണ്ട് കേട്ടോ. നമ്മുടെ റോസുകളിൽ സുന്ദരി മോളാണ് കേട്ടോ റെഡ് പിനോക്കിയോ എന്ന് പറയുന്നത്. അത്രയും നന്നായിട്ട് പിടിച്ചിട്ട് നല്ല റോസാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള റോസാണ് കേട്ടോ. ഇത് ഭംഗിയാലേ റെഡ് കളർ കാണാനായിട്ട്. അപ്പോൾ പൂക്കൾ കുറച്ചുകൂടി വലിപ്പം വെക്കും കേട്ടോ. ഇതിലിപ്പോൾ അധികം വളം കൊടുത്തിട്ടില്ല. അറിയാലോ നമ്മൾ എത്രത്തോളം വളം കൊടുക്കുന്നോ അതനുസരിച്ചാണ് പൂക്കളുടെ വലിപ്പം. അപ്പോൾ ഇത് നമ്മൾ തന്നെ വീട്ടിൽ വളർത്തുന്നതാണ് കേട്ടോ. വളർത്തിയെടുത്തേക്കുന്ന ഇത്ര ആക്കിയിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത്രയും വലിയ പ്ലാന്റ് ആയതുകൊണ്ട് വേറെ ചട്ടിയിലോട്ട് മാറ്റണം. ഇത് കണ്ടോ, ഈ റോസ് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള റോസാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ മിക്കപ്പോഴും സെയിൽ കണ്ടിട്ട് ഞാനിതിൻ്റെ എല്ലാം വലിയ പ്ലാന്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു റോസായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ഓൺലൈൻ വഴി ഇപ്പോഴും ഞാൻ മറ്റുള്ളവരുടെ നിന്ന് റോസും അതുപോലെ പ്ലാന്റ്സൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വാങ്ങിയ സമയത്ത് എനിക്ക് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ഞാൻ കണ്ടായിരുന്നേ. അപ്പോൾ ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കമ്പ് എന്ന് പറഞ്ഞാൽ തണ്ടിന് പോലും ബലം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പൂവ് നമുക്കിപ്പോൾ പൂവില്ലെങ്കിലും കുഴപ്പമില്ല, പ്ലാന്റ് ഹെൽത്തി ആയാൽ മതി എന്നുള്ളൊരു ഇതാണ് എനിക്ക്. പക്ഷേ എനിക്ക് പ്ലാന്റ് അത്ര നല്ലത് കിട്ടിയില്ല. ഒരു കുഞ്ഞു കമ്പ്, ഇതൊരു മിനിയേച്ചർ റോസ് പോലെ വരുന്നതാണ്, എന്നിട്ട് പോലും അങ്ങനെ ഒരു കമ്പാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഓർഡർ ചെയ്ത റോസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ ഓൺലൈനിൽ നിന്ന് പണ്ട് പർച്ചേസ് ചെയ്ത സമയത്ത് ഏറ്റവും ആദ്യം വാങ്ങിയ റോസ് ഈ ഒരു റോസും പിന്നെ ഓർക്കിഡ് റോസുമാണ് കേട്ടോ. രണ്ടും എനിക്ക് പിടിച്ചിട്ടില്ല. രണ്ടും ഞാൻ വളരെ നിരാശയിലായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ ഒരു മേഖലയിലോട്ട് എത്തുമ്പോൾ എങ്ങനെ കൊടുക്കണം എന്ന്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല പ്ലാന്റുകൾ ഞാൻ എല്ലാവർക്കും അയക്കാറ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബിഗ് പ്ലാന്റ്സ് സെയിൽ ചെയ്യാൻ കാരണവും. ഒരുപാട് എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ വാങ്ങുന്ന സമയത്ത് പൈസ നല്ല ഒരു കുറഞ്ഞ റേറ്റ് നോക്കിയിട്ട് ഞാൻ കുഞ്ഞു പ്ലാന്റ്സ് നമ്മൾ റേറ്റ് കുറവാണ് അങ്ങനത്തെ പ്ലാന്റ് എനിക്ക് കിട്ടിയേക്കുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും അങ്ങനെയാണെന്നല്ല. അപ്പോൾ കുഞ്ഞു പ്ലാന്റ് നട്ടു കഴിയുമ്പോൾ പിടിക്കാറില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേര് കുറവായിരിക്കും. ചെറിയ പ്ലാന്റ്സിന് അധികം വേരുണ്ടാവില്ല. അപ്പോൾ നമ്മളങ്ങനെ അവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് കഴുകുമ്പോൾ വേരുകൾ ഒരുപാട് ഡാമേജ് വരാം, പൊട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് വലിയ പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് വേര് കഴുകിയെടുക്കുമ്പോഴും ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ പിടിച്ച് കിട്ടാനായിട്ട് സർവൈവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ്. ഇനിയിപ്പോൾ ആ പ്ലാന്റ് നശിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നല്ല കട്ടിയുള്ള കമ്പുണ്ടെങ്കിൽ അതെങ്കിലും കട്ട് ചെയ്തിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും അതിപ്പോൾ ഞാൻ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്ന ആളാണ് എങ്കിൽ പോലും നമ്മൾ എന്തുകൊണ്ടാണ് നഴ്സറികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈൻ അങ്ങനെ ഉണ്ടായിട്ട് പോലും ഓൺലൈൻ വഴി എടുക്കുന്ന ചില റെയർ പ്ലാന്റ്സ് ഒക്കെ ചിലരുടെ അടുത്ത് ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി പ്ലാന്റ് എടുക്കുക എന്നുള്ളതേ ഒരു നിവൃത്തിയുള്ളൂ. ഇപ്പോൾ നമുക്ക് പ്ലാന്റ്സ് എന്നല്ല ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത് ഒരു ഡ്രസ്സിൻ്റെ കട ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നവരാണ്. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ആകുമ്പോൾ കുറച്ചും കൂടി വലിയ പ്ലാന്റ്സ് വാങ്ങി നടുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറയാൻ ഇതിപ്പോൾ എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നോട് കുറച്ച് പേര് എൻ്റെ അടുത്ത് നിന്ന് റോസ് എടുക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവരെന്നോട് ചെറിയ പ്ലാന്റ്സ് സെയിൽ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് അതിൽ അത്ര കോൺഫിഡൻസ് ഇല്ല. ഇപ്പോൾ അവരൊരു ഇത്രയും രൂപ നമുക്ക് ചെറിയ പ്ലാന്റിൻ്റെ ഒരു എമൗണ്ട് അടച്ചു എന്ന് വെച്ചോ, നമ്മൾ ആ എമൗണ്ട് നമ്മൾ ചെറിയ പ്ലാന്റ്സ് അയച്ചു കൊടുത്തു. അത് എനിക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല അത് പിടിച്ചു കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ ചില പ്ലാന്റ്സുകളൊക്കെ ഓൺ റൂട്ട് ചെറുതാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ പോലും ഞാൻ അതിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് അവിടെ നിന്ന് നഴ്സറിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഇപ്പോൾ ഇന്ന ചെറിയ ഓൺ റൂട്ട് അതിൽ എത്രമാത്രം വളർന്നതുണ്ട് അത് നോക്കിയിട്ടേ ഞാൻ പ്ലാന്റ് സെലക്ട് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് സ്റ്റോക്ക് കുറവും. കാരണം ഞാൻ കിട്ടുന്നതെല്ലാം എടുക്കാറില്ല. അപ്പോൾ ചെറിയ പ്ലാന്റ് ആണെങ്കിലും ബ്രാഞ്ചസ് ഉണ്ടോ, കമ്പിന് കട്ടിയുണ്ടോ, ഇതൊക്കെ നോക്കിയാണ് കേട്ടോ എടുക്കാറ്. അപ്പോൾ ഞാൻ മാക്സിമം നല്ല രീതിയിൽ തന്നെ തരാനാട്ടോ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊരു അടിപൊളി റോസാണേ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞോ വേറൊന്നും അല്ല കേട്ടോ. എന്നോട് ചെറിയ പ്ലാന്റ് സെയിൽ ചെയ്തുകൂടെയെന്ന് കുറച്ച് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉൾപ്പെടുത്താം കേട്ടോ, ചെറിയ പ്ലാന്റ്സ് ആണെങ്കിലും ഉൾപ്പെടുത്താം. അപ്പോൾ അടുത്തത് നമ്മുടെ ഓറഞ്ച് ക്ലൈമ്പിംഗ് റോസാണ്. എന്ത് ഭംഗിയാണല്ലേ. ഞാനപ്പോൾ ഓൺ റൂട്ട് ഇട്ടതിൽ ഈ ഓറഞ്ച് ക്ലൈമ്പിംഗ് റോസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്കിലും ചില ആളുകൾ ആ വീഡിയോ നമുക്കിപ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് പല രീതിയിലാണ്. അതെനിക്ക് മനസ്സിലായി. കാരണം ഞാൻ
എന്താ മത്സര വീഡിയോ ഒന്നും ഇടുമ്പോൾ ഓടാറില്ല. അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി ഏകദേശം. അപ്പോൾ ഈ റോസ് എന്നൊക്കെ പറയുന്നത് നല്ല കളർഫുള്ളായിട്ട് നടാൻ പറ്റുന്ന റോസാണ് കേട്ടോ. ഓൺ റൂട്ട് റോസാണേ. അപ്പോൾ ഇതും നമ്മുടെ ഓൺ റൂട്ട് റോസിലുള്ള നമുക്കെല്ലാവർക്കും പരിചിതയായ നമ്മുടെ പിങ്ക് പനിനീറാണ് കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതും നല്ല വലിപ്പമുള്ള പ്ലാന്റൊക്കെ ആട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇത് ഭംഗിയല്ലേ പൂക്കൾ കാണാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഓൺ റൂട്ട് വീഡിയോയിലും ഈ ക്ലൈംബിംഗ് റോസും പിങ്ക് പനിനീറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ വീഡിയോ കാണാത്തവരുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയാണ് ഇതിനും കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒന്നുകൂടി പറയുവാണേ, ഞാനൊരു മത്സര വീഡിയോ ചെയ്തിട്ടുണ്ട് വുമൻസ് ഡേയുടെ ഭാഗമായിട്ട്. നല്ലൊരു റോസ് പ്ലാന്റ് ആണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ അടിയിലായിട്ട് ഒരു സ്പീച്ചാണ് ചെറുതായിട്ടെങ്കിലും നിങ്ങൾ എഴുതിയിട്ടാൽ മതി. ഒരു വലിയ മത്സരം കാണാൻ ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണത്. പക്ഷേ ആരും തന്നെ മത്സരിക്കാനില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുന്നവർ പോയിട്ട് ചെറിയ രീതിയിൽ ഒരു മത്സരം, അതായത് സ്പീച്ച് എഴുതിയിടുക. അപ്പോൾ നമ്മുടെ ഒരു റൂളെന്ന് പറയുന്നത് അതിലേറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടുന്ന സ്പീച്ചിനാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മത്സരിക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഈ സെയിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനെല്ലാം ഒരുമിച്ചല്ല അപ്ലോഡ് ചെയ്യുന്നത്. ഇനി അടുത്ത സെയിൽ വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ പിന്നെന്താണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എപ്പോഴും ഞാൻ മറന്നു പോകും കേട്ടോ. എൻ്റെ ആദ്യത്തെ വീഡിയോസിലൊന്നും ഞാനിത് പറയാറില്ല. ഇടയ്ക്ക് ഓർക്കും, അപ്പോൾ ഒന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അടുത്തിട്ട് 2 വീഡിയോസിൽ ഞാൻ ഓർമ്മയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.